ലൂക്കോസിന് സുവിശേഷം 16 അധ്യായം 19 മുതൽ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ദരിദ്രൻ വെള്ളം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസാർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു, ഒരു പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവനോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. എല്ലാ വാങ്ങിപ്പോരെയും ഓർക്കുന്ന ദിവസത്തിൽ ഇന്ന് വായിക്കാൻ വെച്ച വേദവായനക്കുറിപ്പിലെ വേദഭാഗത്തിൽ സന്ധ്യയ്ക്ക് വായിക്കേണ്ട ചില വേദഭാഗങ്ങളും ചേർത്ത് വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന് 31 വേദഭാഗത്ത് കർത്താവ് ന്യായവിധി സമയത്ത് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ നേരത്തെ നമ്മളെ അറിയിക്കുകയാണ്. യേശു അരുളി ചെയ്തു, മനുഷ്യപുത്രൻ തന്നെ സകല പരിശുദ്ധ മാലാഖമാരുമായ പ്രതാപത്തോടെ വന്ന് തൻ്റെ മഹത്വമുള്ള സിംഹാസനത്തിലിരിക്കും. സകല ജനങ്ങളെയും തൻ്റെ മുമ്പാകെ അവൻ വിളിച്ചു കൂട്ടും. ഇടയൻ കോലാടുകളിൽ നിന്ന് ചെമ്പരയാടുകളെ വേർതിരിക്കുന്നത് പോലെ അവരെ തമ്മിൽ വേർതിരിക്കും. ചെമ്പരയാടുകളെ തൻ്റെ വലത്തുഭാഗത്തും കോലാടുകളെ ഇടത്തുഭാഗത്തും നിർത്തും. അപ്പോൾ രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങളൊന്ന് അനുഭവിച്ചുകൊള്ളുകയും എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ അടുത്ത് വന്നു. അപ്പോൾ ആ നീതിമാന്മാർ അവനോട് ചോദിക്കും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ടിട്ട് ഞങ്ങൾ എപ്പോഴാണ് നിനക്ക് ഭക്ഷണം തന്നത്? ദാഹിക്കുന്നവനായി കണ്ടിട്ട് എപ്പോഴാണ് നിനക്ക് കുടിക്കുവാൻ തന്നത്? നിന്നെ പരദേശിയായി കണ്ടിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തത് എപ്പോഴാണ്? നിന്റെ രോഗിയായോ തടവുകാരനായോ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നത് എപ്പോഴാണ്? രാജാവ് അവരോട് പറയും, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്കാവുന്നത് ചെയ്തതെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്വല്പസമയിരിക്കാം. വാങ്ങിപ്പോയവരെ ഓർക്കുന്നതായി സുദിനത്തിൽ കർത്താവ് പറഞ്ഞതായി വചനങ്ങൾ നമുക്കിന്ന് ഈ ആരാധനയിൽ കർത്താവിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ, പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം നമുക്ക് മറ്റുള്ളവരിലെ സ്നാനമേറ്റ് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ചെറിയവരും നമുക്ക് തോന്നുന്നു, രോഗികളും പീഡിതരും ദരിദ്രരും തോന്നുന്നവരുടെ ഉള്ളിലും യേശു ഉണ്ടെന്നുള്ള കാര്യം ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ അന്തർനയനങ്ങൾ തുറന്ന് മറ്റുള്ളവരിലെ ദൈവത്തെ കണ്ടെത്തുവാൻ, അങ്ങനെ അവർക്ക് കൊടുക്കുന്നത് കർത്താവിന് കൊടുത്തതായിട്ടൊരു കണക്ക് വരുവാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതലെങ്കിലും അതിനിടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ അന്തർനയനങ്ങൾ തുറന്നിട്ട് നമുക്ക്
ദൈവത്തെയും ദൈവത്തിൻ്റെ മക്കളെയും തിരിച്ചറിയുവാൻ നമുക്ക് ഉൾക്കണ്ണുകൾ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യായവിധിക്ക് മാത്രം കിട്ടാൻ പോകുന്ന ചില അറിവുകൾ നമുക്ക് ഇപ്പം തന്നെ നേടിയെടുക്കുവാൻ നമ്മൾ തന്നെ നമ്മളെ ന്യായം വിധിച്ച് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നാൽ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. വിശക്കുന്നവരായ ചിലർക്ക് വെള്ളം, ദാഹിക്കുന്നവരായ ചിലർക്ക് ആഹാരം കൊടുത്തവർ ഇത് കർത്താവിന് കൊടുത്തതായിട്ട് കണക്ക് എഴുതിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിട്ട് വെള്ളം കിട്ടാത്തവരായി ആരെങ്കിലും ആത്മലോകത്തിലുണ്ടെങ്കിൽ അവരെ നമുക്ക് സഹായിക്കാൻ ഒക്കുമോ? കർത്താവ് ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 പറയുന്നത് ആ ഉപമയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതിന് ശേഷം മരിച്ചു പോയവർക്കൊന്നും ചെയ്യാനൊക്കുകയില്ല എന്നുള്ളൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ നേടണം. മരിച്ചതിന് ശേഷം എന്തെല്ലാം പ്രാർത്ഥന നടത്തിയാലും എന്തെല്ലാം ഉൾക്കാഴ്ചകൾ ലഭിച്ചാലും അതിന് പ്രയോജനമില്ലെന്നുള്ള ഒരു ധ്വനി ഇന്നത്തെ ഈ വേദഭാഗത്തിനകത്തുണ്ട്. എന്നാൽ അതിനെ മറ്റൊരു വശം ചിന്തിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ മരണത്തിനും ഉയർപ്പിനും മുമ്പാണ് ഇത് പറഞ്ഞത്. കർത്താവിൻ്റെ മരണത്തിനും ഉയർപ്പിനും മുമ്പ് ആത്മലോകത്തിൻ്റെ സ്ഥിതി ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. ഒരു പിളർപ്പിൽ അക്കരയും ഇക്കരയുമായി നിൽക്കുന്നവരുണ്ട്. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ വെള്ളം കിട്ടുന്നിടത്തും അല്ലാത്ത ഒരു കൂട്ടർ ഒരു പിളർപ്പിൻ്റെ അപ്പുറത്തു നിന്ന് സമ്പാദിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കണ്ടത്. എന്നാൽ കർത്താവ് ആദാമിൻ്റെയും അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ കൊച്ചുമകനായി ലോകത്തിൽ പറഞ്ഞിട്ട് ഞാൻ ജീവൻ്റെ അപ്പവും ഞാൻ ജീവൻ്റെ ജലവുമാണെന്ന് പറഞ്ഞ കർത്താവ് ഈ അപ്പവും ഈ ജലവും കൊടുക്കാൻ വേണ്ടി പാതാളത്തിൽ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ഈ പാതാളവും ഈ വെള്ളം കിട്ടുന്ന സ്ഥലവും തമ്മിൽ ഒരു പിളർപ്പുള്ള കാലത്ത് കർത്താവ് ആ രംഗം നമ്മളെ അറിയിച്ചു. എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്ന് വേല ചെയ്തതിന് ശേഷം മരിച്ച് പാതാളത്തിൽ ചെന്നപ്പോൾ ആ പാതാളത്തിൽ വെള്ളം കിട്ടാതിരുന്നവർക്ക്, അകലത്തിലായിരുന്നവർക്ക് താനൊരു പാലമായി തീർന്നുവെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ കുരിശ് ഒരു പാലമായിരുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ കുരിശാകുന്ന പാലത്തിലൂടെ കർത്താവ് ഈ പാതാളത്തിൽ അതുവരെയും വെള്ളം കിട്ടാത്തവരുടെ അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിച്ച് അവരെയും കൂടെ കൂട്ടി പന്തീശാലയോട്ട് കയറി എന്നുള്ള കാര്യം പിതാക്കന്മാർ കിട്ടിയ ഒരു വലിയ ഉൾക്കാഴ്ചയാണ്. പിതാക്കന്മാർ ആ കാര്യം ഒരു പാട്ടിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാഥൻ മുതൽ ഇടയിൽ ഉറപ്പിച്ച ആദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെ ഓർത്ത് ഇനി എന്ന് പറഞ്ഞ് ആദാമിൻ്റെ അടുത്ത് നിന്ന് കർത്താവ് സാന്ത്വനിപ്പിച്ച് സംസാരിക്കുന്ന രംഗം ഒരു പാട്ടായിട്ട് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടിയൽ എന്നൊക്കെ പറഞ്ഞ് ആദാമിനെയും ഹവ്വയെയും മക്കളെയും ആശ്വസിപ്പിച്ച് ജീവൻ്റെ ഉറടമായ യേശു തൻ്റെ ജീവൻ്റെ ജലം അവർക്ക് കൊടുക്കുന്നു. ജീവൻ്റെ അപ്പമായ യേശുവിനെ അവർക്ക് തൻ്റെ രക്തത്തിലൂടെ കൊടുക്കുന്നു. അതുകൊണ്ട് കാലൂരിയിൽ ചൊരിഞ്ഞതായ രക്തം ആ തലയോട്ടിടം എന്ന സ്ഥലത്ത് ആദാമിൻ്റെയും ഹവ്വയുടെയും തലയോട്ട് കിടന്ന സ്ഥലത്തേക്ക് വീണപ്പോൾ കർത്താവിൻ്റെ രക്തം ആദാമിൻ്റെ ഹവ്വയുടെയും വായിലേക്ക് തന്നെയാണ് വീണത്, തലയോടിടം എന്ന സ്ഥലത്ത്. അപ്പോൾ യേശുവിൻ്റെ രക്തം ഈ ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ല പാതാളത്തിലുള്ളവർക്കും രക്ഷാകാരണമായി ആശ്വാസദായകമായി തീരുമെന്നുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ഇവിടുത്തെ പണി കഴിഞ്ഞ് കഴുത്തറക്കപ്പെട്ട് രക്തസാക്ഷിയായി പാതാളത്തിൽ ചെന്ന് അവിടെ പ്രസംഗിച്ചു. നിങ്ങൾ പേടിക്കണ്ട, വെള്ളം കിട്ടാതെ കിടക്കുന്നവരാരും വിഷമിക്കേണ്ട, ജീവൻ്റെ ഉറടമായ യേശു പുറകെ വരുന്നുണ്ട്, ജീവൻ്റെ അപ്പമായ യേശു പുറകെ വരുന്നുണ്ട്. അവൻ ഭൂമിയിൽ ആ പണി ചെയ്തതിന് ശേഷം ഇതാ പാതാളത്തിൽ പ്രസംഗിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞ് അവരെ ഒരുക്കിയതുകൊണ്ടാണ് കർത്താവിന് തൻ്റെ പാതാള പ്രസംഗത്തിൽ അനേകരെ നേടിക്കൊണ്ട് പർദീസായിലേക്ക് പോകാൻ കഴിഞ്ഞെന്നുള്ള കാര്യം പ്രത്യാശയ്ക്ക് പകർന്നിട്ട്. അപ്പോൾ കർത്താവാണ് ഈ പാതാളത്തിലെ പിളർപ്പിൽ പാലം പണിതത്. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് ചെയ്ത പണി കർത്താവ് വിശ്വസിക്കുന്നവരായി നമുക്കും ചെയ്യാൻ സാധിക്കും. യോഹന്നാൻ 14:12 വിശ്വസിക്കുന്നവർ യേശു ചെയ്ത എല്ലാ പണിയും ചെയ്യും, അതിനേക്കാൾ വലിയ പണിയും ചെയ്യും എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ യേശു നമ്മുടെ മാമോദിസയിൽ ജനിച്ച് വളർന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് 100% പ്രാണനും യേശുവിൻ്റെ ഉള്ളിലായി പെന്തിക്കോസ്തിന്റെ അനുഭവം നമുക്കുണ്ടാകാമെങ്കിൽ യേശു ചെയ്ത അതേ പണി നമുക്കും ചെയ്യാൻ സാധിക്കുമെന്ന് യോഹന്നാൻ 14:12 പറയും. നമുക്ക് ഈ മരിച്ച് പാതാളത്തിൽ പോയി വിഷമിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുവാനുള്ള വരം യേശു നമുക്കും തരും
യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അങ്ങനെ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് യാചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ആ പണി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് പിതാക്കന്മാർ എല്ലാ യാമപ്രാർത്ഥനകളിലും എല്ലാ കുർബാനയിലും ഈ വാങ്ങിപ്പോവരെ ഓർക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് മാത്രം ആശ്വാസം കിട്ടുന്ന ചിലരെങ്കിലും ആത്മലോകത്ത് കാണും. കർത്താവ് പാതാളത്തിൽ പോയപ്പോൾ അന്നുണ്ടായിരുന്ന എല്ലാവരും പർദീസായിൽ കയറിയോ എന്ന സംശയമുണ്ട്. പാകമായവരും കാത്തിരുന്നവരും മാത്രമാണ് കയറിയെന്നുള്ളതും ഒരു സത്യമാണ്. എന്താണ് കാരണം? ആദാമിൻ്റെയും ഹവ്വയുടെയും പാപക്കുഴിയിലേക്കുള്ള അപകടകരമായ വീഴ്ചയിൽ എല്ലാവർക്കും ഒരുപോലെയല്ല പരിക്ക് പറ്റിയെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ബോധം ഉണ്ടായിരുന്നവർക്ക് കർത്താവിന് പ്രസംഗം കേൾക്കാനെത്തും. അന്നും ബോധമില്ലാതെ മരവിച്ച് മന്ദിച്ച് കിടക്കുന്നവർ അവിടെയും കാണാൻ സാധ്യതയുണ്ട്. അപ്പം എപ്പോഴാണ് ബോധം വീഴുന്നതെന്ന് പറയാനൊക്കെ ഇല്ല. അപ്പം അതുകൊണ്ട് കർത്താവ് പാതാളത്തിൽ ചെന്നപ്പോൾ പാകമായിരുന്നവർ കുറേ പേര് വചനം കേട്ടു കയറിപ്പോയി. പിന്നെയും അവിടെ കിടക്കുക, പിന്നെ ട്രീറ്റ്മെൻറ്റ് തുറന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ അനേക വർഷങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് ബ്രെയിനൊക്കെ തകർന്നിട്ട് ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട്. അനേക വർഷങ്ങൾ ചിലപ്പോൾ അവർ കണ്ടു തെളിഞ്ഞെന്നിരിക്കും, അവരുടെ മുറിഞ്ഞ അവയവങ്ങൾ മുറികൂടി എന്നിരിക്കും. ഇങ്ങനെ ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പനകളാകുന്ന പാളത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പാപക്കുഴിയിലേക്ക് പാളം തെറ്റി വീണത്. ആദാമിൻ്റെയും ഹവ്വയുടെയും ഉള്ളിൽ എല്ലാ മനുഷ്യരുടെയും ദേഹി ഉണ്ടായിരുന്നു. ആ ദേഹിയിൽ എല്ലാവർക്കും ഒരുപോലെയല്ല അപകടം പറ്റിയിരിക്കുന്നു. കഠിനമായി വളരെ അപകടം പറ്റിയിട്ട് ഇതുവരെ ഉണരാത്തവർ കാണും, ഇതുവരെ മുറിവ് ഉണങ്ങാത്തവർ കാണും. പലതരത്തിലുള്ളവർ കിടക്കുക. ഓരോ വാഴ്ച ഞാൻ കയറി കയറി വരികയാണ്. ഒരാശുപത്രിയിൽ കിടക്കുന്ന എല്ലാ രോഗികളും ഒരേ ദിവസം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ആദ്യം സുഖപ്പെടുന്നവർ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു, പിന്നെ അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടുവരുന്നു. ഇങ്ങനെ പാതാളത്തിൽ കർത്താവ് ഉദ്ഘാടനം ചെയ്തതായ വേല ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന് ശേഷം ആത്മാവിൽ നിറഞ്ഞ 120 പേർ ആ വേലയുടെ ബാക്കി ചെയ്തു. എല്ലാ അപ്പോസ്തലന്മാരും ആ പണി മരിച്ചവരുടെ ഇടയിലുള്ളതായ വേല അന്നും ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കും. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കുന്ന ഈ സന്ദേശം ഇവിടെ മാത്രമല്ല, പാതാളത്തിൽ ലൗഡ് സ്പീക്കർ വെച്ചിട്ടുണ്ട്, അവിടെയും അതിനും കേൾക്കുന്നുണ്ട്. കേൾക്കും. സങ്കേതഭവനത്തിലെ സന്ദേശങ്ങൾ ഇവിടെ മാത്രമല്ല, പാതാളത്തിൽ ലൗഡ് സ്പീക്കർ ഉണ്ട്, അവരും കേട്ടുകൊണ്ടിരിക്കുക. പാകമാകുന്നവരെ അവിടുന്ന് കയറ്റിവിടുന്ന വെച്ചിട്ട് നമുക്ക് ഇവിടെയും ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മാത്യു സമ്പാദത്തിന് തന്നെ മധുരഭാഷത്തിൽ കിട്ടിയ ഒരു സന്ദേശമാണ്, നമ്മൾ ആത്മാവിലാകാമെങ്കിൽ, നമ്മൾ ആത്മാവിൽ നിറയാമെങ്കിൽ നമ്മുടെ പൂർവികർക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കും, അവർക്ക് പ്രമോഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മാത്യു സമ്പാദത്തിൻ്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ പല കേസുകളുണ്ടായിരുന്നു. മാത്യു സമ്പാദൻ നിരന്തരമായി നിത്യകുർബാനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന് നിന്റെ പിതാവ് യാതന സ്ഥലത്ത് നിന്ന് പർദീസായിലേക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ആത്മാവിലാകാമെങ്കിൽ മാമോദീസായേറ്റ അഭിഷേകമുള്ളവരുടെ അപൂർണതകൾ പരിഹരിക്കാൻ ഈ സഭയിലെ ശുശ്രൂഷകൾ ഉതകുമെന്നുള്ള കാര്യം, അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വെളിപ്പാടുകളിൽ കൂടെ കിട്ടേണ്ട സത്യമാണ്. ഇത് അപക്വതയിലിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ വിഷമമാണ്. അതുകൊണ്ട് ഫിസിക്കൽക്ക് ഇത് മനസ്സിലാകില്ല, ചില പ്രായപൂർത്തിയായവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ സഭകളുടെ പശ്ചാത്തലത്തിൽ ഈ കാര്യം മനസ്സിലാകാത്തവർ നഴ്സറി ക്ലാസ്സിലാണെന്ന് വിചാരിച്ചാൽ മതി. ആത്മീയ മണ്ഡലത്തിലെ പല ക്ലാസ്സുകാരുണ്ട്. അപ്പോൾ പുതിയ സഭക്കാർക്ക് അവർ നഴ്സറിയിലാണ്, അവർക്കിത് മനസ്സിലാകുകയില്ല. പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഈ മർമ്മങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പുതുതായി വേദോത്സവം മാത്രം വായിച്ച് സഭയുണ്ടാക്കുന്നവർക്ക് ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുകയില്ല. അങ്ങനെ പുതിയ സഭക്കാർ നഴ്സറിയിൽ ഈ ജീവനുള്ളവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചോട്ട്. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ കാതോലിക സ്ലൈകവും ഏകവും വിശുദ്ധമായ സഭയുടെ അംഗങ്ങൾക്ക്, അങ്ങനെയുള്ള സഭകൾക്ക് ഇങ്ങനെയൊരു ശുശ്രൂഷയുണ്ട്, അത് നമുക്കും പങ്കുചേരാം. അത് ദൈവം വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് മാത്രം മനസ്സിലാകുന്നതല്ല. കർത്താവ് തുടങ്ങി വെച്ചതും തൻ്റെ ശിഷ്യരെ കൊണ്ട് തുടർച്ചയായി ചെയ്യിപ്പിച്ചതും 21-ാം നൂറ്റാണ്ടിൽ തുടരേണ്ടതുമായ ഒരു വേല ഇന്നുമുണ്ട്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന യേശുവിനെ തൻ്റെ ജീവജലം നമ്മിലൂടെ മരിച്ചവർക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ജീവിക്കുന്ന യേശുവിന് നമ്മിലൂടെ ജീവൻ്റെ അപ്പം അവർക്ക് കൊടുത്ത് അവരുടെ വിശപ്പും ദാഹം അടക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളിന്ന് നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ ഇതുവരെയായിട്ട് രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്ന മാമോദിസയേറ്റവരാണ്. അവരുടെ കുറേ പ്രാണൻ യേശുവിൻ്റെ ഉള്ളിലുണ്ട്, കുറേ പാതാളത്തിലുണ്ട്. അങ്ങനെ പാതാളത്തിലും പർദീസായിലുമായിട്ട് രണ്ടു വശം കിടക്കുന്നവർക്ക് പൂർണ്ണതയിലെത്താൻ രക്ഷാപൂർത്തിക്ക് വേണ്ടി അവർ വെമ്പൽ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരം അവരുടെയും കൂടെ ശരീരമായതുകൊണ്ട് അവർ നന്മ കൂടെ രക്ഷാപൂർത്തിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൽ ഗലാത്യ ലേഖനത്തിലെ ആത്മഫലങ്ങൾ വിളയിക്കുവാനും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ രക്ഷാപൂർത്തിക്ക് വേണ്ടിയുള്ള ബദ്ധപ്പാടിൽ അവരെ ആശ്വസിപ്പിക്കാനും നമ്മുടെ ധർമ്മം നിർവഹിക്കാൻ നമ്മൾ ഉയരുകയാണ്. ഇപ്പോൾ അവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ആത്മലോകത്തിലുള്ള സകലരും നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു. അവർ രക്ഷാപൂർത്തിക്കായി ബന്ധപ്പെടുന്നു. അവർക്കില്ലാത്തത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു.
നമുക്കില്ലാത്ത അവർ ഇങ്ങോട്ട് തരുന്നു. അവർ ദൈവസേനയിൽ പോയി എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. നമ്മളങ്ങനെ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പങ്കിട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ അവയവം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ മുഴുവനും ദഹിപ്പിക്കുവാൻ ആവശ്യമുള്ള ആ കാര്യം ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ കരളും ചങ്കും കിഡ്നികളും എല്ലാം ശരീരത്തിന് മുഴുവന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ സഭയാകുന്ന ശരീരത്തിൻ്റെ ഒരു അവയവം എന്ന നിലയിൽ നമുക്ക് അവർക്ക് ചിലത് കൊടുക്കാൻ കഴിയും, അവർക്ക് ചിലത് ഇങ്ങോട്ട് തരാൻ സാധിക്കും. തലയോട് ചേർന്ന് ഉടലായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭ ഒറ്റ ശരീരമാണ്. സഭയുടെ കുറേ ഭാഗം ഭൂമിയിലും ഭൂരിഭാഗം ആത്മലോകത്തിലുമാണ് എന്നുള്ളതുകൊണ്ട് യേശുവിലൂടെ ആത്മാവിലൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കൊടുക്കാനും വാങ്ങിക്കാനും സാധിക്കും എന്നുള്ള ബോധ്യത്തോടെ ഇന്നത്തെ ആരാധന അവർക്ക് ആശ്വാസമാകുവാൻ നമുക്ക് ആശ്വാസമാകാൻ ഇടയാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കലും കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായി ആദ്യത്തിൻ്റെ കണ്ണിയുണ്ടായിട്ടാണ് കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ. വിജയകരമായ 50 നോമ്പിന് മുമ്പായി വാങ്ങിപ്പോയ പുരോഹിതന്മാരുടെയും വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളുടെയും കബറിടങ്ങൾ സന്ദർശിച്ച് സമരവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധക്കളത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. അടുത്ത ഞായറാഴ്ച കൊച്ചിനെ ഞായറാഴ്ചയോടുകൂടെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അങ്ങനെ വരാൻ പോകുന്ന 50 ദിവസത്തെ നോയമ്പ് നമ്മുടെയും നമ്മുടെ പൂർവ്വികരുടെയും പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവർ സ്നാനമേറ്റവരും വീണ്ടും ജനിച്ചവരും അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുള്ളതുമാണ്. എന്നാൽ അവരുടെ അജ്ഞത കൊണ്ടും ബലഹീനത കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും പിന്മാറ്റം കൊണ്ടും അവിശ്വാസം കൊണ്ടും ഒക്കെയും അവരുടെ ഒരു പല കേസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേസുകൾ തീരാതെ ഇവിടുന്ന് പോകാനും സാധ്യതയുണ്ട്. അത് തുടർന്ന് കോടതിയിൽ വിസ്താരം നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വേലയെല്ലാം തികച്ച് നിവൃത്തിയായെന്ന് പറഞ്ഞു പോകുന്ന പരിശുദ്ധന്മാരുണ്ട്. അവർക്ക് എന്നാടുമേ നല്ല ജോലികൾ കിട്ടും. എന്നാൽ കേസ് തീരാതെ പോകുന്നവർ കോടതിയിലേക്ക് പോകേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും, മുറിവുണങ്ങാതെ പോയവർ ആശുപത്രിയിൽ പോകേണ്ടി വരും. ഇതൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് മരിച്ചു പോയിട്ടും ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, കോടതി കയറി ഇറങ്ങി നടക്കുന്നവരുണ്ട്, ജയിലിൽ കിടക്കുന്നവരുമുണ്ട്. ഇത് നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആത്മലോകത്തിലേക്ക് പോയവർ ഒരുക്കത്തോടെ വേല തികച്ച് നിവൃത്തിയായെന്ന് പറഞ്ഞു പോകുന്നവർക്ക് മാത്രമേ സന്തോഷമായി അബ്രഹാമിൻ്റെ ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും കൂടെ പർദീസായിലെ വേലകൾ ചെയ്ത് ജന്മസാവിലൂടെ തലയായ ക്രിസ്തുവിനോട് വളരാൻ സാധിക്കുമെന്ന് ആര് ഓർപ്പിക്കുന്നു. ആത്മലോകത്തിലേക്കുള്ള നമ്മുടെ പോക്ക് ഒരു കുഞ്ഞ് പറക്കുന്ന പോലെയാണ്. ഈ ലോകം ഒരു ഗർഭലോകമാണ്. ഈ ഗർഭലോകത്തിൽ നിന്ന് ആത്മലോകത്തിലേക്ക് പറക്കുകയാണ് നമ്മൾ. ശരീരം പോയാൽ വേറെ ശരീരവും നമ്മുടെ ആ ശരീരത്തിലൊരു ആത്മാവും ഉണ്ടെന്ന് ആര് ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ആത്മലോകത്തിൽ പിറന്നു വീഴുമ്പോൾ നമ്മളെ വളർത്താൻ നമുക്ക് മുമ്പേ പോയവർ സീനിയേഴ്സായിട്ട് അവിടെയുണ്ട്. അബ്രഹാമിൻ്റെ മടിയിലിരിക്കണമെങ്കിൽ ആരാ വലുത്? കൊച്ചാണോ അബ്രഹാമാണോ? അമ്മയുടെ മടിയിൽ കൊച്ചിന് ഇരിക്കാനൊക്കുന്നതെന്നുകൊണ്ടാണ്. അമ്മ വലുതും കുഞ്ഞ് ചെറുതുമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പറന്നു വീഴുന്നവർ കുഞ്ഞുങ്ങളായിട്ട് അങ്ങോട്ട് പറക്കും. നേരത്തെ പോയവർ സീനിയേഴ്സാണ്. അവർ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനും അടിയിരുത്താനും വളർത്താനും ഒക്കെ സാധിക്കും. അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് നേരത്തെ പോയവരായതുകൊണ്ട് അവർക്ക് അവിടെ നഴ്സറി സ്കൂൾ നടത്താനുള്ള ലൈസൻസ് കിട്ടി. അപ്പോൾ ആദ്യം പിള്ളേരെ അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അബ്രഹാമിനും ഇസ്ഹാഖിനും യാക്കോബിനും പിള്ളേരെ വളർത്താനുള്ള നഴ്സറി അതിനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. അതിനുശേഷം അവർ പർദീസായിലെ ഓരോ വിശുദ്ധന്മാരോടൊപ്പം വളർന്ന് രക്ഷാപൂർത്തിക്കായി വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നഴ്സറി കഴിഞ്ഞാൽ പ്രൈമറിയും പിന്നെ ഹയർ സെക്കൻഡറി കോളേജും പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെ പഠിത്തങ്ങളില്ലേ എന്ന് പറഞ്ഞ പോലെ ആത്മീയ മണ്ഡലത്തിലും ഓരോ തലങ്ങളിൽ ഓരോ സ്റ്റാൻഡേർഡിൽ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെയും വന്ന് നമ്മളോടൊപ്പം അവർ രക്ഷാപൂർത്തിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരും ഓർപ്പിക്കണം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ പലതരം കേസുകളുള്ളവരുണ്ട്. എല്ലാ ദിവസവും നമുക്കെതിരായി കേസ് പോകുന്നുണ്ടെന്നുള്ള ആരും അറിയാവും. എവിടെയാണ്? വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ അപവാദി എന്ന് പറഞ്ഞൊരു വിശാലുണ്ട്. അവന് തൊഴിൽ കേസ് കൂടെയാണ്. ഒരു കേസും ഇല്ലെങ്കിൽ കള്ളക്കേസെങ്കിലും കൊടുത്താൽ അങ്ങനെ അവൻ്റെ ഓഫീസ് നടക്കണ്ടേ. അപ്പോൾ ഒരു കേസും ഇല്ലെങ്കിൽ കള്ളക്കേസെങ്കിലും കൊടുത്താൽ പോയേ മതിയാവും. കള്ളക്കേസാണെങ്കിലും പോകണ്ടത്. കള്ളക്കേസാണെങ്കിലും പോയേ മതിയാവും. കള്ളമാണെന്ന് തെളിയുന്ന നമ്പരം കോടതി കയറി ഇറങ്ങിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ശരിയായ കേസുകളും കള്ളക്കേസുകളും ഒക്കെ ധാരാളം ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്ന എല്ലാ ദിവസവും കേസുകളുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും കിടക്കാവുന്നത് നല്ലതാണ്. പലർക്കും അത് ആ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കിടക്കുക കേസുകൾ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകൾ എല്ലാ കോടതിയിലും കിടപ്പുണ്ട്. അതങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അന്നന്നത്തെ കേസ് അന്നന്ന് തന്നെ തീർത്തേച്ച് കിടന്നാൽ നമുക്ക് കർത്താവിനോട് കിടന്ന് ഉറങ്ങാം. പിറ്റേ ദിവസം കേസില്ലാതെ എഴുന്നേറ്റാൽ നമുക്ക് വക്കീലായിട്ടും ജഡ്ജിയായിട്ടും പോലീസായിട്ടും ജോലി കിട്ടും. എന്താ? അപ്പോൾ കേസുള്ളവർക്ക് ഇത് പറ്റുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായി നമുക്ക് ഏറെ ചെയ്യണമെങ്കിൽ കേസില്ലാത്തവരായിരിക്കാം. അന്നന്ന് കേസ് തീർന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാകണമെങ്കിൽ
തലയായ ക്രിസ്തുവിനോടും വളരണമെങ്കിൽ കർത്താവിനോടത്ത് നുകം വെച്ച് കൂട്ടുപണി ചെയ്യണം. കർത്താവിൻ്റെ നുകവും നമ്മുടെ കഴുത്ത് വെക്കണം. നമ്മുടെ കഴുത്തും കർത്താവിൻ്റെ കഴുത്തും ഒരേ ലെവലായിരിക്കണം. അല്ലെങ്കിൽ ഈ പൊക്കം കുറഞ്ഞവർക്ക് അത് വെയിറ്റ് കൂടുതൽ ഇല്ലേ? ഒരു നുകം കൊണ്ട് വെക്കുമ്പോഴേ 2 ലെവലിലുള്ളവരാണ് ഒരു നുകം വെക്കുന്നെങ്കിൽ പൊക്കം കുറഞ്ഞവർക്ക് ലേറ്റ് കൂടുതലാണ്. അപ്പോൾ കർത്താവ് അങ്ങനെയുള്ളവർ കഴുത്തിൽ നിന്ന് നുകം വെക്കുകയില്ല. ഒപ്പം വളർന്നവർക്ക് മാത്രമേ കർത്താവ് വല്ല ജോലിയും കൊടുക്കൂ. അത് മൃദുവായ നുകവും ലഘുവായ ചുമട്ടുമായിരിക്കും. നല്ല ശേല കർത്താവിനോട് ജോലി ചെയ്യുന്നത്. കർത്താവ് തരുന്ന ജോലി ചെയ്തെടുക്കുക, ഒന്നും കയറിയെടുക്കരുത്. തന്നെ പോയി എവിടെയെങ്കിലും ജോലി ചെയ്താൽ ഭാരം സഹിക്കാൻ വല്ലാതെ വീഴേണ്ടി വരും. ഏതെങ്കിലും ഒരു കാളക്കിടാവ്, വലിയ കിടാങ്ങൾ, വലിയ കാളകൾ നുകം വെച്ചുകൊണ്ട് നടക്കുന്ന കാണും കൊതിയുണ്ട്. ഏതെങ്കിലും വാരത്തിൻ്റെ കീഴെ, ഏതെങ്കിലും നുകത്തിൻ്റെ കീഴെ വലിഞ്ഞു കയറി ചെന്നാൽ അത് വീഴുകയുള്ളൂ. അതിന് നിൽക്കാനൊക്കെ ഇല്ല. അപ്പോൾ നമ്മളുടെ ഈ ആത്മീയമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഏൽപ്പിക്കാത്ത ജോലി കയറി ഏറ്റെടുത്താൽ അത് ഓവർലോഡായിരിക്കും. അത് ഇട്ടേച്ച് പോകേണ്ടി വരും. അത് കേസായി തീരും. കൃത്യവിലോപങ്ങൾ വരും. ഒത്തിരി പ്രശ്നങ്ങൾ വരും. 40ാമത്തെ വയസ്സിൽ മോശ ഒരു പണി കയറി അങ്ങ് കേട്ടു. ദൈവേൽപ്പിക്കാത്ത പണിയാണ്. 40ാമത്തെ വയസ്സിൽ മോശ വിചാരിച്ച ഞാൻ സുന്ദരനാണ്. 40 വയസ്സ് വരെ ഉള്ള പഠിത്തം മുഴുവൻ നടത്തിയെന്നാണ് സ്തെഫാനോ സഹദായുടെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിദ്യയും പഠിച്ചെന്നാണ്. 40 വർഷം കൊണ്ട് മോശ സകല വിദ്യകളും പഠിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലും പോയി എല്ലാ ഭാഷയും പഠിച്ചെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫറവോൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അനേക ഭാഷകൾ സംസാരിക്കുന്ന വിസ്തൃതമായൊരു രാജ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കണമെങ്കിൽ എല്ലാ ഭാഷയും പഠിക്കണമായിരുന്നു. അപ്പോൾ തൻ്റെ രാജ്യത്തുള്ളവരുടെ എല്ലാം ഭാഷ താൻ പഠിച്ചു. എല്ലാ വിദ്യകളും പഠിച്ചു. സുന്ദരനാണ്, മിടുക്കനുമാണ്, രാജകുമാരൻ എന്നാ പേര്. അപ്പോൾ പുള്ളി വിചാരിച്ച് എന്നെക്കൊണ്ട് വല്ലതും പറ്റൂ. അന്നേരമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ അടിമപ്പണി ചെയ്യുന്നവർ എൻ്റെ സ്വന്തക്കാരാണെന്ന്. അയ്യോ, അത് വലിയ പുള്ളി സഹതാവായിപ്പോയി. ഞാനിന്ന് രാജകുമാരനായി ഇവിടെ ശോഭിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ടവർ അടിമപ്പണി ചെയ്യുന്നു, ഞാൻ വേണ്ടി അവരെ സഹായിക്കാൻ. നല്ല ചിന്തയല്ലേ? തന്നെത്താനൊരു കൗൺസിലിംഗ് സെൻ്റർ തുടങ്ങി ഇവരെ സഹായിക്കാൻ വേണ്ടി. പക്ഷേ അത് ദൈവം കൊടുത്തതാണോ? കയറിയെടുത്ത പണിയായതുകൊണ്ട് താൻ തന്നെ ഒരു നുകം ഏറ്റെടുത്തു. ആ നുകം വെച്ചുകൊണ്ട് പണിക്ക് പോകേണ്ട എന്ത് സംഭവിച്ചു? തനിക്കത് പൂർത്തീകരിക്കാനൊത്തില്ല. പറഞ്ഞ് അവർ മനസ്സിലാക്കുന്നില്ല, അവർ കേൾക്കുന്നില്ല. ഒറ്റ അടി വെച്ച് കൊടുത്തു. അത് മർമ്മത്തം കണ്ടാവട്ടെ, അയാൾ ചേർത്തും പോയി. അപ്പോൾ നന്നാക്കാനായിട്ട് കൊടുത്ത അടി മരണത്തിനായി തീർന്ന കൊലപാതകമായി മാറി. അമ്പലത്തിൽ റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് ഓടി പോകേണ്ടി വന്നു. അപ്പോൾ 40ാമത്തെ വയസ്സിൽ താൻ ഏറ്റെടുത്ത പണി ദൈവം കൊടുത്ത പണിയല്ലായിരുന്നു, തന്നെ കയറിയെടുത്ത പണിയാണ്. നമുക്ക് തോന്നാം എന്നെക്കൊണ്ട് ചിലതൊക്കെ സാധിക്കും, എനിക്ക് ഏതാണ്ടൊക്കെ ഉണ്ട്, ഞാൻ ആരൊക്കെയാണ് എന്ന് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി പലതും തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരും അന്നേരം അടിയേക്കരുത്. ദൈവം നമ്മളെ ഒരു നുകം ഏൽപ്പിച്ചെങ്കിലേ എടുക്കാവും. അത് മൃദുവായ നുകവും ലഘുവായ ചുമടുമായിരിക്കും. പിശാച് ചില നഖങ്ങൾ നമ്മുടെ തലയെ കെട്ടിവെക്കും. അതും അമിതമായിരിക്കും, അതും ഭാരമായിരിക്കും. അപ്പോൾ പിശാച് വളരുന്ന നുകവും നമ്മൾ കയറിയെടുക്കുന്ന നുകവും നമുക്ക് വഹിക്കാവുന്നതിന് വലുതായിരിക്കും. നമ്മുടെ കഴുത്ത് പൊട്ടും, നീര് വെക്കും, പുറങ്ങിക്കും, വേദന എടുക്കും, ഇട്ടേച്ച് കൊണ്ടുവരും. ദൈവം തന്നതാണെങ്കിൽ സുഖകരമായി എടുക്കാൻ സാധിക്കും. ദൈവം തരുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ വഹിക്കാനൊക്കും. ആർക്കെങ്കിലും വഹിക്കാനുള്ളതെന്നുള്ളത് ഒന്നുകൂടി ചിന്തിക്കണം. ദൈവം തന്നു തന്നെയാണോ എന്നുള്ളത്. എന്താ, ചിലപ്പോൾ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നും, ദേഷ്യപ്പാവെന്ന് തോന്നും, ആവരണം കിട്ടുമെന്ന് തോന്നും, സുന്ദരിയാണെന്ന് തോന്നും, സുന്ദരനാണെന്ന് തോന്നും, ചിലപ്പോൾ കയറി അങ്ങ് എടുത്തെന്നിരിക്കും. പക്ഷേ ഇട്ടേച്ച് പോകേണ്ടി വരും അവസാനം. ദൈവം തന്നതാണെങ്കിൽ ദൈവം തന്നതിന് മാത്രമേ നമുക്ക് വഹിക്കുവാനും സഹിക്കാനും സാധിക്കുന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ അനുദിന ജീവിതത്തിൽ പലതരം കേസുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. മോശയ്ക്ക് അപ്രതീക്ഷിതമായിരുന്ന കൊലപാതക കേസ് പ്രതീക്ഷിച്ചതാണോ? അവരിപ്പോൾ ഇയാളെ അംഗീകരിക്കും, ഈ അവരുടെ സ്വന്തക്കാരനാണ്, അവരുടെ രക്ഷകനാണെന്ന് പറഞ്ഞ് ഇപ്പം അംഗീകരിക്കുമെന്നാണ് വിചാരിച്ചത്. അംഗീകാരം കിട്ടിയോ? ആ കേസ് എത്ര നാൾ നടക്കേണ്ടി വന്നു? 40 കൊല്ലം ഉഴന്നു നടക്കേണ്ടി വന്നു. 40ാമത്തെ കൊല്ലത്തിൽ പ്രതീക്ഷയെല്ലാം പോയി. അവസാനം പ്രതീക്ഷകളെല്ലാം തീർന്ന് കിളവനായെന്ന് തോന്നിയപ്പോൾ കർത്താവ് കുത്തിപ്പോക്കി പിന്നെയും വിട്ടു. കർത്താവ് ഏൽപ്പിച്ച് വിട്ടു. 120ാമത്തെ വയസ്സിൽ പിന്നെയും പോയി. ഇപ്പോൾ ഈ കോപം വന്നപ്പോൾ പിന്നെയും പ്രശ്നം തീർന്നു. ഇപ്പോൾ ഈ ഇതുപോലെയുള്ള പല കേസുകൾ നമുക്കുണ്ടാകാം. കമ്പൽസറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് പോകേണ്ടി വന്നു. ഈ കേസുകളൊക്കെ ഒത്തിരി നാൾ കഴിഞ്ഞാൽ പിന്നെ തീരുന്നത്. ഈ മോശ മരിച്ചതിന് ശേഷം യേശുവിടെ വന്നപ്പോൾ ജാമ്യത്തിൽ നിന്നാണ് മോശ കയറ്റിവിടുന്നത്. ഞാൻ ഇയാൾക്ക് വേണ്ടി കൂടെ മരിച്ചോളാം. അതുകൊണ്ടാണ് മോശ മറുപടിയിൽ വന്ന് ദയവ് ചെയ്ത് പരിപാടി നിർത്തിഞ്ഞ് പോരരുത്, മരിച്ചിട്ടേ പോരാവും. കാരണം ഞാനും ജാമ്യത്തിലാണ് ബന്ധിക്കുന്നത്. കർത്താവിൻ്റെ ജാമ്യത്തിലാണ് ആത്മലോകത്തിൽ മോശയുടെ പേര് കേസുകളുണ്ടായിരുന്നു.
മോശയുടെ പേരിലുള്ള കേസുകൾ കർത്താവ് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് മാത്രം ആത്മലോകത്ത് നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് നീ ഇങ്ങോട്ട് പോരരുത്, ഇവരനുസരണം കേട്ടവരാണെന്ന് പറഞ്ഞ് പരിപാടിയൊന്നും മാറ്റി വെച്ചേക്കരുത്. മോശയും ഏലിയാവും ചെന്ന് കാലയെ പിടിച്ച് പറയാം, കർത്താവേ നീ കാൽവറി മലയിൽ പോയി മരിച്ചിട്ട് ഇങ്ങോട്ട് പോരാവും, നിനക്ക് വേണേൽ പരിപാടി മാറ്റി വെക്കാം, എന്നെ കൊണ്ട് പറ്റുകയില്ല, ആരുമില്ല. കാരണം ഇവരാരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എല്ലാവരും അനുസരണം കേട്ടവരാ, പരിപാടി മാറ്റി വെക്കാമെന്ന് വെച്ചേക്കരുത്. ഞങ്ങൾ പ്രസംഗിച്ചേച്ച് പോന്നിരിക്കുക, ഞങ്ങൾ പ്രസംഗിച്ച കാര്യം നിവൃത്തിയാണെന്ന് നീ ബലിയാടായിട്ട് മരിക്കണം, എനിക്ക് വേണ്ടി നീ മരിക്കണം. ആര് പറയാ? മോശ. അങ്ങനെ മോശയുടെ ഏലിയാവിൻ്റെ റെക്കമെൻഡേഷൻ കൂടെ ഏറ്റു വാങ്ങിയിട്ടാണ് കർത്താവ് മരുഭൂമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകാതെ കാൽവരി മലയിലേക്ക് ഇറങ്ങിപ്പോയത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. അപ്പോൾ യേശു ഇവർക്ക് വേണ്ടി ജാമ്യം നിന്ന് മറുവിലയായതുകൊണ്ടാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. അതുമാത്രമല്ല, യഹസ്കേലിൻ്റെ പുസ്തകം വരുമ്പോൾ യഹസ്കേലിനോട് പറയുന്നുണ്ട്, ഇസ്രായേൽക്കാർ 430 കൊല്ലം അടിമപ്പണി ചെയ്യുന്ന അവിടെ എല്ലാം മന്ത്രവാദികളുടെ കീഴിലായിരുന്നു. 430 കൊല്ലം ഫറവോന്റെ അടിമത്തത്തിൽ ജീവിക്കുമ്പോൾ മന്ത്രവാദികളാണ് ആ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്, രാജാവിനെയൊക്കെ ഭരിച്ചത്. അങ്ങനെ അശുദ്ധരായി പോയവർ, അവരുടെ അശുദ്ധികളും ശാപങ്ങളും മാറാൻ വേണ്ടി ഈ 430 കൊല്ലത്തെ അശുദ്ധി മാറാൻ വേണ്ടി 430 ദിവസം നീ അവർക്ക് വേണ്ടി ഇടതുവശവും വലതുവശവും ചെരിഞ്ഞ് കിടന്നോളാൻ പറഞ്ഞു. അത് അന്ന് കണ്ടുപിടിച്ചോ? അങ്ങനെ ഈ പ്രവാചകനായ യഹസ്കേലിനൊരു പണി കിട്ടി. ഈ 430 കൊല്ലം അടിമപ്പണി ചെയ്തപ്പോൾ ഉണ്ടായ അശുദ്ധികളും ശാപങ്ങളും മുറിവുകളും ചതവുകളും ഒക്കെ മാറ്റാൻ വേണ്ടി ഒരു പ്രവാചകൻ ജോലി. 40 ദിവസം ഒരു കൂട്ടർക്ക് വേണ്ടി, 390 ദിവസം വേറെ ആൾക്ക് വേണ്ടി. അങ്ങനെ 430 ദിവസം ഇടതുവശവും വലതുവശവും ചെരിഞ്ഞു കിടന്ന് അവിടെ അകൃത്യം വഹിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് യോഹന്നാൻ സ്നാപകനും കർത്താവിനും മാതാവിനും ഒക്കെ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായി വേല ചെയ്യാനൊക്കെ ഈ അകൃത്യം വഹിച്ച പരിപാടി നിർത്തുന്നതുകൊണ്ടാണ്. എല്ലാ പ്രവാചകന്മാരും മനുഷ്യരുടെ അകൃത്യങ്ങളും പാവങ്ങളും ശാപങ്ങളും ഏറ്റുവാങ്ങി ശിക്ഷയേറ്റ് അങ്ങനെ ഒരു കന്യാമറിയാമിനെയും ഒരു യോഹന്നാനെയും ഒരു കർത്താവിനെയും ഭൂമിയിലേക്ക് വിടാൻ വേണ്ടി ഈ അന്ധകാര ലോകത്തിൽ വഴിയൊരുക്കുകയായിരുന്നു അവർ. ഇതുപോലെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ സാധിക്കും. 430 കൊല്ലത്തെ പ്രശ്നം തീർക്കാൻ, അതിന് സ്വല്പമെങ്കിലും ആശ്വാസം വരുത്താൻ ഒരു യഹസ്കേലിന് 430 ദിവസം കിട്ടിയെങ്കിൽ നമുക്കും ഒരു ദിവസം 40 ഒരു ദിവസത്തെ ഒരു വർഷത്തെ പ്രശ്നം വേണേൽ ഒരു കൊല്ലം കൊണ്ട് നോക്കാൻ വേണേൽ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ പൂർവികരുടെ ഒരു കൊല്ലത്തെ പ്രശ്നം ഒരു ദിവസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തീർക്കാം. എന്ന് പറഞ്ഞാൽ 50 ദിവസത്തെ നമ്മുടെ 50 ദിവസത്തെ നോമ്പ് കൊണ്ട് 50 കൊല്ലത്തെ പ്രശ്നം വേണമെങ്കിൽ തീർക്കാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയും കൂടെ കുമ്പിടുന്നത്. വരാൻ പോകുന്ന 50 നോമ്പിലെ 40 കുമ്പിടിയിലും ഈ കുരിശുവരെയും പ്രാർത്ഥനയും എല്ലാം അവർക്ക് വേണ്ടിയും കൂടി ആണെന്ന് വിചാരിക്കാമെങ്കിൽ അവർക്ക് വേണ്ടി ജാമ്യം നിന്ന് അവരുടെ പാപശാപങ്ങൾ കേസ് തീരാൻ വേണ്ടി നമ്മൾ ജാമ്യം നിന്ന് അവർക്ക് വേണ്ടി കോടതി പോകാമെങ്കിൽ അവരെ ആശ്വസിപ്പിച്ച് നമുക്ക് അവരോട് സന്തോഷിക്കാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കണം. വേറൊരു തരം കേസുണ്ട്, ജീവപര്യന്തം കഠിന തടമെന്ന് പറഞ്ഞൊരു കേസ്. മരിക്കുന്നിടം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. അവരന്ന് മാത്രമേ റിലീവഡ് ആവുകയുള്ളൂ. അങ്ങനെ ഒരു കോടതി വിധി പൗലൂസിൻ്റെ കാലത്ത് കൊരിന്ത് സഭയ്ക്കുണ്ടായി. കൊരിന്ത് സഭയിലെ ഒരാൾ, നീ കർത്താവിൻ്റെ വരവ് വരെ പിശാചിനെ ഇതിനെ ഏൽപ്പിച്ചിരിക്കുക, പിശാചിനെ ഏൽപ്പിച്ചു, ജയിൽ വിട്ടു. നിങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചു. അങ്ങനത്തെ കേസുകളുണ്ട്. ഒരാളുടെ പ്രത്യേക പാപം ന്യായവിധി കോടതി കൂടി ഒരു ജഡ്ജി എന്ന നിലയിൽ പൗലൂസിയ പറയാതെ ആ മനുഷ്യനെ മുടക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ കാലം വരെ അവനെ പിശാചിനെ അത്രയ്ക്ക് ഭയങ്കര പാപം അവൻ ചെയ്തു. നിങ്ങൾ വായിച്ചു കണ്ടുപിടിച്ച്, ഞാൻ പറയുന്നില്ല, പറയാൻ കൊള്ളുകയില്ലാത്ത പാപം. അപ്പം അങ്ങനത്തെ ഒരു പാപം ചെയ്ത മനുഷ്യനെ മാമോദിസ ഏറ്റതാണെങ്കിലും സഭാംഗമായിരുന്നെങ്കിലും ജഡ്ജി എന്ന നിലയിൽ ന്യായം വിധിച്ച് അങ്ങനെ അങ്ങ് വിധിച്ച് യേശുവിൻ്റെ വരവ് വരെ അവൻ ആടെ ഇരിക്കും, പിശാചിൻ്റെ ഇരിക്കും. ആ സമയത്ത് അവൻ്റെ ഇരുന്ന് വിളിച്ച് രക്ഷിച്ചുകൊണ്ട് പോകുന്നവർ ജീവപര്യന്തം കഠിന തടവ്. അപ്പോൾ നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും ഏതെല്ലാം കേസുള്ളവരായിരിക്കും, ജീവപര്യന്തക്കാരും കാണും കേട്ടോ. ഉണ്ടെങ്കിൽ ആ സമയം വരെ അവർ ജയിലിലായിരിക്കും. പക്ഷേ നമുക്ക് ജാമ്യം നിന്നാൽ അവർക്ക് സ്വല്പം ഇടക്കാലാശ്വാസം കൊടുക്കാം. ജയിലിൽ ചെന്നുള്ള ഗുണം എന്നാ, അവരെ നമ്മളൊന്ന് പോയി കാണുന്നത് സന്തോഷമാണ്. വല്ലതും വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ അതൊരു സന്തോഷം, ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുത്താൽ അതൊരു ഇടക്കാലാശ്വാസം. ഇങ്ങനെ ജീവപര്യന്തം കണ്ണു തടവിൽ കിടന്ന് വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും കാണും. അവർക്ക് യേശുവിൻ്റെ വരവെങ്കിലേ റിലീഫുള്ളൂ. അതുവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഒന്ന് കാണാൻ പോകുന്നു. അവരിങ്ങോട്ട് വരുന്ന ഒരു സന്തോഷം ഇതെല്ലാം വന്ന് കേട്ടോണ്ടിരിക്കുക. ഇപ്പോൾ കേട്ടോ, ആ പായ്ക്ക് വന്നിട്ടായിരുന്നു പ്രാർത്ഥിക്കുക, പായിട്ടാട്ടെ അവർക്ക് ധൂപക്കാൻ പോവാണത്. അപ്പോൾ അന്നിപ്പോൾ അവർ വന്നിട്ടുണ്ട്, ഞങ്ങളെ ഓർത്തതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ധ്യാനം കൂടാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നടന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇതൊന്നും പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു, ഞങ്ങളുടെ വേറെ ശ്രദ്ധകളൊക്കെ ആയിരുന്നു. കേസ് ഒത്തിരി തീരാനുണ്ട്, മുറി ഒത്തിരി ഉണങ്ങാനുണ്ട്. ഇപ്പോഴും മുറി ഉണങ്ങാത്തവരും ചതവ് മാറാത്തവരും
കേസ് തീരാത്തവരായി ഒത്തിരി പേര് കിടപ്പുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ജാമ്യം നിന്നാൽ അവരുടെ ആശ്വാസം നമ്മുടെ ആശ്വാസമാവും. അവരുടെ സങ്കടം തീർന്നേലെ നമ്മുടെ സങ്കടം തീരുന്നുള്ള ഓർപ്പിച്ചുകൊണ്ട് അവരെ ഇപ്പോൾ ഓർത്ത് ധൂം വയ്ക്കുകയാണ്. നമുക്ക് അവരുടെ ആശ്വാസം കർത്താവിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് കർത്താവ് ചെയ്ത് വേല ചെയ്ത് തലയാകസ്യവും വളരുവാൻ അവരെ ആശ്വസിപ്പിക്കാം. അതിന്